ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു 5 തേങ്ങ ഇതേപോലെ തിരുമ്മി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് കറക്കി എല്ലാം ഒരേ ടെസ്റ്ററിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ തേങ്ങ തിരുമ്പുമ്പം ഇതേപോലെ കഴന്നു വരുവാണെങ്കിൽ ഇങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ഇഞ്ചി ഇതേപോലെ ചിരണ്ടി കുഞ്ഞായിട്ട് വളരെ സ്ലൈഡ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 25 ചെറിയ ഉള്ളി. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂണ് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമോ എന്നറിയത്തില്ല. ഏതായാലും ഞാൻ വറ്റൽമുളക് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പിന്നെ കാശ്മീരി മുളകാണ്, പിരിമുളക് എന്നൊക്കെ പറയത്തില്ല, ആ മുളക് ഒരു 25 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയാണ്. പുതിയ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, പഴയ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയ പുളി നിറം കുറഞ്ഞതും കറുത്തതും പഴയ പുളിയാണ്. അപ്പോൾ വാളംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തേങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ്. അപ്പം തീ കുറച്ചിട്ടിട്ട് ചെയ്യണം. അലൂമിനിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തീ കുറച്ച് വെച്ചിട്ട് അത് ചുമ്മാ ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുവാണേ. അപ്പോൾ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഒരു വിധമേ. ആ സമയം ഇതിനകത്തൊക്കെ ഞാൻ 25 പിരിമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ്. എന്നാലേ അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് മൂത്ത് വരുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചതായ 3 ടേബിൾ സ്പൂൺ പിന്നെ മല്ലിയും കൂടെ പച്ചമല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ചെറുതായിട്ട് അടിക്കൊക്കെ പിടിക്കുന്നുണ്ട്. എന്നാലും ഞാൻ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. തീ കുറച്ചിട്ട് ചെയ്യുന്നത് നല്ല പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതേപോലെ വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെയാണ് കേട്ടോ. ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അത്രയും നല്ലോണം മൂത്ത് വന്നെങ്കിലേ നമ്മുടെ ചമ്മന്തിപ്പൊടി നല്ല റെഡി ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വരണം കേട്ടോ. ചിലരൊന്നും ചമ്മന്തിപ്പൊടിയിൽ ചെറിയ ഉള്ളി ചേർക്കത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൊടുത്തു വിടേണ്ടതൊക്കെ ആയതുകൊണ്ട് ചെറിയ ഉള്ളി ചേർത്താൽ കേടാവുന്നൊക്കെയുള്ള ഒരു ധാരണ പലരുടെ ഇടയിലുണ്ട് കേട്ടോ. എന്നാൽ വേറൊരു കാര്യം ഞാൻ പറയാം. ചെറിയുള്ളി ചേർക്കുന്നത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചമ്മന്തിപ്പൊടി പൊടിക്കുമ്പം എണ്ണ കിരിഞ്ഞ് വരത്തൊന്നുമില്ല കേട്ടോ. ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ചതായ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിലധികം കറിവേപ്പില ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നും പറഞ്ഞത് കറിവേപ്പില കട്ടിയൊന്നുമല്ല കേട്ടോ. കറിവേപ്പില കട്ടിയും ഈ ചമ്മന്തിപ്പൊടിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ചമ്മന്തിപ്പൊടി ഇടിക്കുമ്പോഴേ നല്ലൊരു മണമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനൊക്കെ അറിയാം. എൻ്റേതായ ഒരു രീതി ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം ഒരു ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പൊക്കെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ചമ്മന്തിപ്പൊടി ഇങ്ങനെ പൊടിക്കാൻ ഭയങ്കര പണിയല്ലേ, ഇങ്ങനെ വറുത്തെടുക്കാനൊക്കെ ഭയങ്കര പണിയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ചമ്മന്തിപ്പൊടി നമ്മൾ പൊടിച്ചെടുക്കാനും വറുത്തെടുക്കാനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് കണ്ടോ, ചെറിയ രീതിയിലൊരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച വാളംപുളിയില്ലേ,
ആ വാളംപുളി പിച്ചി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. വാളംപുളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ വാളംപുളി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി പൊടിക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനകത്ത് വാളംപുളിക്കകത്ത് വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഈ കറിവേപ്പിലയും മുളകൊക്കെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞ് വരണം കേട്ടോ, അതുപോലെ മൂക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ ഇതിനകത്ത് നോക്കി ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. എല്ലാവരും കായപ്പൊടി ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ചമ്മന്തിപ്പൊടിക്ക് ഇച്ചിരി കായപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ സമയം ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുവാണേ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇത്രയും ഉപ്പേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് തന്നെ മതിയാവുമെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗവൊക്കെ ഓഫാക്കി എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുവാണേ. അപ്പോൾ ഞാൻ ഇത്രയും വെച്ച് കുറേശ്ശെ ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ചെറിയ ചൂടുകൊണ്ട് ഒത്തിരി ഇങ്ങനെ അടിഞ്ഞു പോകരുത് കേട്ടോ. ഒത്തിരി സമയം ഇട്ടുകൊണ്ട് അടിക്കരുത്. ഒത്തിരി സമയം ഇട്ട് അടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഈ തേങ്ങയ്ക്കകത്തുനിന്ന് എണ്ണ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ എണ്ണ കിനിഞ്ഞ് വരാതിരിക്കാൻ നമുക്ക് ചെറുതായിട്ട് പൾസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്നാലും നന്നായിട്ട് പൊടിയേം വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താലേ നമ്മുടെ ചമ്മന്തിപ്പൊടി നല്ല പൊടിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ, നല്ല എണ്ണയില്ലാതെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഇത് അങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മോൾക്ക് പോകുമ്പോൾ കൊടുത്തയക്കാനാണ്. എൻ്റെ മക്കൾ പോകുമ്പോഴൊക്കെ ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാറുണ്ട്. അവർക്കത് വളരെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇച്ചിരി ചമ്മന്തിപ്പൊടി ഒരു കഞ്ഞിയൊക്കെ വെച്ച് അവർക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തയക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, അവലോസുണ്ട ഇതൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അവലോസുണ്ടയുടെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നാരങ്ങയും ഈന്തപ്പഴവും കൂടെയുള്ള അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് ചമ്മന്തിപ്പൊടി നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊന്നും കിരിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഞാൻ പാത്രത്തിലിടുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങളെ ഞാൻ ചമ്മന്തിപ്പൊടി പൊടിച്ചതും നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ഒരു ചമ്മന്തിപ്പൊടി ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയുവാണ്, നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് കേട്ടോ. അപ്പം ചിലർ ഇതിനകത്ത് പിന്നെ നാരങ്ങയുടെ ഇലയൊക്കെ ഇടും കേട്ടോ. ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഇതേപോലെ 3-4 ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ നാരങ്ങയുടെ ഇലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ട് ഞാൻ പൊടിച്ചെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു പാത്രത്തിൽ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് പൊടിയൊക്കെ ഒന്നൊന്നേ തൊടാതെയാണ് ഇരിക്കുന്നത്. അതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ചോറിൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ് കണ്ടോ. ഒന്നൊന്നേ തൊടാതല്ലേ കിടക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല മണമൊക്കെ ഉള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇതിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് പൊടിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഇത്രയേ പൊടിച്ചുള്ളൂ. ഇങ്ങനെ തരിതരിപ്പായിട്ട് ചമ്മന്തിപ്പൊടി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്. ഇതുപോലെ നാടൻ വിഭവങ്ങളുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.